മഹാരാഷ്ട്ര ATM കവർച്ച കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഹമ്മദ് ഇമ്രാനാണ് തൃശൂർ ATM കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ. കൊള്ള നടത്താനായി ഇന്നലെയാണ് പ്രതികൾ കേരളത്തിലെത്തിയത്. വിമാനത്തിലും കാറിലും ട്രെയിനിലുമായി ചെന്നൈയിലെത്തിയവർ കോയമ്പത്തൂരിൽ നിന്നാണ് ഒരുമിച്ച് യാത്ര തുടങ്ങിയത്. പ്രതികളിൽ നിന്ന് 67 ലക്ഷം രൂപ പോലീസ് കണ്ടെത്തി. പ്രതികളെ ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയേക്കും. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, ഇന്ന് പുലർച്ചെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു തൃശൂരിൽ നടന്നത്. 3 ATMകൾ കവർച്ച നടത്തി. ഇതിനുശേഷം നാമക്കൽ വരെ നീളുന്ന ഒരു യാത്ര, അതിനുശേഷം അത്യന്തം നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നു. ഇനിയിപ്പോൾ ഇതുവരെയുള്ള ചിത്രം എന്താണ്? ഈ ഒരു സംഭവത്തിൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, തൃശ്ശൂരിലെ SBI ATMകൾ കവർച്ച ചെയ്തതിനു ശേഷം ഏകദേശം പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ കവർച്ചാ സംഘം തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുന്നത്. 10:45 ഇവർ നാമക്കലിൽ വെച്ച് ഇപ്പോൾ ഞാനുള്ള വെപ്പടൈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ പിടിയിലാവുന്നത്. അപ്പോൾ മുതൽ ഈ സമയം വരെ ഏകദേശം 12 മണിക്കൂർ പിന്നിടുന്നു. ഈ സമയം വരെ വെപ്പടൈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തമിഴ്നാട്ടിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. വെപ്പടൈ പോലീസ് സ്റ്റേഷനിലെ മുകളിലത്തെ നിലയിൽ വെച്ചാണ് ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് ഈ തൃശ്ശൂർ പോലീസ് നാമക്കൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത്. പിന്നീട് ഇവരെ കണ്ടെത്താൻ പോലീസ് വാഹന പരിശോധന നടത്തിയിരുന്നു. വാഹന പരിശോധനയെല്ലാം അവിടെ വെച്ചുള്ള ബാരിക്കേഡുകളെല്ലാം തട്ടിത്തെറിപ്പിച്ച് വരുന്നതിനിടയിൽ നാട്ടുകാരുമായി ഇവർ വാഹനം ഇടിച്ചു തെറിപ്പിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് പോലീസിന്റെ എൻകൗണ്ടറും ഈ പ്രതികൾ പിടിയിലാവുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായത്. ഏതായാലും അതിനിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിട്ടുള്ളത്. മുഹമ്മദ് ഇക്രാം എന്ന് പറയുന്ന ഹരിയാനയിലെ ന്യൂഹ് ജില്ലാക്കാരനായിട്ടുള്ള പ്രതിയാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിനിടെ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. SBI ATMകൾ കേന്ദ്രീകരിച്ച് കവർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഏതൊക്കെ ATMകൾ കേന്ദ്രീകരിച്ച് കവർച്ച ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തതും ഇതിനുമായുള്ള പ്രത്യേകമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയതും മുഹമ്മദ് ഇക്രാമിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 7ഓളം അംഗങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഘത്തിൽ. ഇതിൽ 2 പേർ എത്തിയത് വിമാനത്തിലായിരുന്നു. 2 പേർ വിമാനത്തിൽ ചെന്നൈയിലെത്തിയിരുന്നു. 3 പേർ കാർ മാർഗം ഹരിയാനയിൽ നിന്നും ചെന്നൈയിലെത്തി. മറ്റ് 2 പേരുണ്ടായിരുന്നത് ലോറിയിലായിരുന്നു. ഇവരെല്ലാവരും ഇന്നലെയാണ് കോയമ്പത്തൂരിൽ വെച്ച് ഒത്തുചേർന്നത്. ഇതിനുശേഷം ലോറിയിൽ ഈ കാർ കയറ്റിയതിനു ശേഷം ഈ പ്രതികളെല്ലാവരും ഇന്നലെ വൈകിട്ടോടുകൂടി തൃശ്ശൂരിലെത്തി. തൃശ്ശൂരിൽ ഇവർ അല്പനേരം സമയം ചെലവിട്ടു. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇവർ കവർച്ചയ്ക്ക് വേണ്ടി തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നത്. പിന്നീട് 4 മണിക്ക് മുമ്പായി ഈ 3 ATM സെന്ററുകളും കൃത്യമായി കവർച്ച ചെയ്തതിനു ശേഷം ഇവർ നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇവർ ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെ അവിടെ നിന്ന് ഈ ലോറിയിൽ വാഹനം കയറ്റി ആ കാറ് കയറ്റി പൈസയുമായി ഉള്ള ഈ കാറ് കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കൃത്യമായി തന്നെ തൃശ്ശൂർ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയും തമിഴ്നാട് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തതോടുകൂടിയാണ് പ്രതികൾ പ്രതിസന്ധിയിലായത്. പ്രതികൾ ഒരിക്കലും നനച്ചിരിക്കാത്ത സമയത്താണ് ഈ നാമക്കലിൽ വെച്ച് പ്രതികൾ പിടികൂടുന്നത് അല്ലെങ്കിൽ പിടിയിലാവുന്നത്. ഈ പ്രദേശവാസികളുമായി ഈ വാഹനം ഇടിച്ചു തെറിപ്പിച്ചതിനെ തുടർന്ന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് നാട്ടുകാർ ഇവരെ തടഞ്ഞു നിർത്തുകയും ചോദ്യം ചെയ്യുകയും പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. ഈ കാണുന്ന വാഹനത്തിനകത്താണ് ഈ പ്രതികൾ തൃശ്ശൂരിലെത്തി കവർച്ച ചെയ്ത ആ കാർ ഉള്ളത്. ഇതാണ് തൃശ്ശൂരിലെ ദേശീയപാതയ്ക്ക് സമീപത്ത് വെച്ച് ഈ കാർ ഇവർ ഈ ലോറിക്കകത്തേക്ക് കയറ്റി പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ ലോറിയിലാണ് പ്രതികൾ കടന്നതെന്ന പോലീസ് കണ്ടെത്തിയതിനു ശേഷം തമിഴ്നാട് പോലീസ് പിന്നീട് ഇത്തരത്തിലുള്ള കണ്ടെയ്നർ ലോറികളെല്ലാം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് കുമാരപാളയത്ത് വെച്ച് പോലീസ് പരിശോധന കണ്ട ഈ ബാരിക്കേഡുകൾ തട്ടിത്തെറിപ്പിച്ച ഈ വാഹനം മുന്നോട്ട് കുതിച്ചത്. ഇതിനിടയിൽ വെച്ചാണ് ചെട്ടിയാർകട എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് പിന്നീട് ഈ ലോറിയിലുണ്ടായിരുന്ന പ്രതികൾ മുഴുവൻ പോലീസിന്റെ പിടിയിലാവുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും എൻകൗണ്ടറിൽ ഈ കവർച്ചാ സംഘത്തിലുണ്ടായിരുന്ന ജുമാനുദ്ദീൻ എന്ന് പറയുന്ന ഈ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇയാളുടെ പേരിൽ തന്നെയാണ് ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഈ ലോറി ഉള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുബാറക് എന്ന് പറയുന്ന ഒരു പ്രതി ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇയാൾക്ക് മോഷണവുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സംഘത്തിൽ ഈ ലോറിയുടെ ക്ലീനറായാണ് മുബാറക് ഈ സംഘത്തിനൊപ്പം അനുഗമിക്കുന്നത്. മറ്റേ മോഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരം തന്നെ മുബാറക്കിനെ അറിയുമായിരുന്നില്ല. മറ്റ് 6 പേർ ചേർന്ന് ആസൂത്രണം ചെയ്ത മോഷണമായിരുന്നു ഇത്. ഏതായാലും നിലവിൽ ഈ വെപ്പടൈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. തമിഴ്നാട്ടിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. നിലവിൽ കൃഷ്ണഗിരി ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ
ഇവിടേക്ക് വെപ്പടൈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയും സമാനമായിട്ടുള്ള ATM റോബറി നടന്നിട്ടുണ്ട്. അതിൽ ഈ കേസിൽ ഉൾപ്പെട്ടുള്ള ആളുകൾ പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഈ വെപ്പടൈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലും ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നാമക്കലിലെ ഈ വെപ്പടൈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. കൃഷ്ണഗിരി പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് തൃശ്ശൂരിൽ നിന്ന് എത്തിയിട്ടുള്ള പോലീസ് സംഘം ഈ പ്രതികളെ ചോദ്യം ചെയ്യും. അതിനിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഇക്രാം എന്ന് പറയുന്ന 2 മാസങ്ങൾക്ക് മുമ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഹരിയാനയിലെ നൂഹ് സ്വദേശിയാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്തത്. ഈ മുഹമ്മദ് ഇക്രാമാണ് ഈ എവിടെ കവർച്ച ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു പ്ലാൻ തയ്യാറാക്കി ഈ മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. കേരളത്തിൽ മാത്രമല്ല ഇതിനു മുമ്പ് ആന്ധ്രയിലും കർണാടകത്തിലുമെല്ലാം പ്രതികൾ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ മോഷണം നടത്തിയതായാണ്. ശരി, ഇക്ബാൽ അറക്കലാണ് നാമക്കലിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.